നമസ്കാരം. SCS ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ ജില്ലയുടെ സംരംഭക മുഖമായി മാറി ചെമ്പിലോട് പഞ്ചായത്ത്. ആരംഭിച്ചത് 198 സംരംഭങ്ങൾ. മാതൃകയായി ആന്തൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. പാഴ്വസ്തുക്കളിൽ നിന്നും നിർമ്മിക്കുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. അടൂർ കടവ് തൂക്കുപാലം അപകടാവസ്ഥയിൽ. മലപ്പട്ടം ചെങ്ങളായി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിച്ചത് കോടികൾ ചിലവഴിച്ച്. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 500-ലധികം ആളുകൾക്ക് സംരംഭങ്ങളിലൂടെ തൊഴിൽ നൽകി ചെമ്പിലോട് പഞ്ചായത്ത്. ജില്ലയിലെ മികച്ച സംരംഭക പഞ്ചായത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ 1ാം സ്ഥാനവും പഞ്ചായത്ത് കരസ്ഥമാക്കി. സംസ്ഥാന സർക്കാരിന്റെ സംരംഭക വർഷം പദ്ധതിക്ക് മുൻപേ പഞ്ചായത്തിലെ ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന പദ്ധതി 2021-22 ഭരണവർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെ ഈ ഒരു പദ്ധതിയുടെ തുടർ പ്രവർത്തനമെന്ന നിലയിൽ പ്രവർത്തിച്ചപ്പോൾ ചെമ്പിലോട് പഞ്ചായത്തിനെ തേടിയെത്തിയത് ജില്ലയിലെ മികച്ച സംരംഭക പഞ്ചായത്ത് എന്ന നേട്ടം. പഞ്ചായത്തിന്റെ ജനസംഖ്യാടിസ്ഥാനത്തിൽ 152 ആളുകൾക്കാണ് പഞ്ചായത്ത് തൊഴിൽ നൽകേണ്ടത്. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ 656 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാനും 198 സംരംഭങ്ങൾ ആരംഭിക്കാനും പഞ്ചായത്തിന് സാധിച്ചു. 2021-22 തന്നെ നമ്മുടെ പുതിയ ഭരണസമിതി അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ 1000 പേർക്ക് 5 പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള പദ്ധതി നമ്മുടെ ബഡ്ജറ്റിനകത്ത് അംഗീകരിച്ചു. അതുപ്രകാരം നമ്മൾ നേരത്തെ തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് മേഖലയിലാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നെ സംബന്ധിച്ച് നേരത്തെ തന്നെ അത് കൃത്യമായ ഒരു ധാരണയോടുകൂടി നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പൊന്നൂസ് ചപ്പാത്തി യൂണിറ്റ്, 3 സ്റ്റാർ കറി പൗഡർ യൂണിറ്റ്, സൂര്യ കാറ്ററിംഗ് യൂണിറ്റ്, ഗാർമെന്റ്സ് എന്നിവയാണ് പഞ്ചായത്തിലെ മികച്ച സംരംഭങ്ങൾ. സ്ത്രീകളുടെ മാത്രം നേതൃത്വത്തിലുള്ള പൊന്നൂസ് ചപ്പാത്തി യൂണിറ്റ് പോലുള്ള സംരംഭങ്ങൾ മികച്ച വരുമാനമാണ് സ്ത്രീകൾക്ക് നൽകുന്നത്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ നന്നായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. കുടുംബശ്രീയുടെ ആൾക്കാരും എല്ലാം തന്നെ ഇതിനാവശ്യമായ പ്രൊജക്റ്റ് തയ്യാറാക്കി തരികയും അതോടൊപ്പം കൊയ്യോട് സർവീസ് സഹകരണ ബാങ്ക് ഇതിനാവശ്യമായ ലോണ് ഞങ്ങൾക്ക് തരാനും അവർ തയ്യാറാവുകയും ചെയ്തു. ആ സമയത്ത് ചെറിയ ചെറിയ കടയിലേക്ക് കൊടുക്കുകയും അതോടൊപ്പം പിന്നീട് കല്യാണത്തിനുള്ള ആവശ്യമായ ഓർഡർ, പിന്നെ ക്ഷേത്രങ്ങളിൽ ആവശ്യമായ ഓർഡർ വരികയും അധികം കല്യാണ പാർട്ടി തന്നെയാണ്. പിന്നെ നമുക്കിവിടെ ചക്കരക്കല്ല്, ചാല, കൊയ്യോട് അതുപോലുള്ള കടയിൽ കൊടുക്കുകയും ചെയ്തിട്ടാണ് നമ്മൾ ഈ സംരംഭം ആരംഭിച്ചത്. തൊഴിൽമേള, ലോൺ സൗകര്യം, വിശദീകരണ പരിപാടികൾ എന്നിവയിലൂടെയാണ് പഞ്ചായത്തിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചത്. 5 വർഷം കൊണ്ട് 500 പേർക്ക് തൊഴിൽ എന്നതായിരുന്നു പഞ്ചായത്ത് ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷം കൊണ്ട് മാത്രം അതിനേക്കാൾ മേലെ നേട്ടം കൈവരിക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞു. സംരംഭങ്ങൾ ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു നാടിനെ കൂടിയാണ് വളർത്തുന്നത്. നാടിന് മുതൽക്കൂട്ടാവാൻ ഇനിയും സംരംഭങ്ങൾ ഉണ്ടാവട്ടെ. ക്യാമറ പേഴ്സൺ സഹലയ്ക്കൊപ്പം ഫർഹാന, SCS ന്യൂസ്. പാഴ്വസ്തുക്കളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ മാതൃകയായിരിക്കുകയാണ് ആന്തൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. ജൈവവളം, ഹാൻഡ് വാഷ്, തുണിസഞ്ചി തുടങ്ങിയവയാണ് നിർമ്മിക്കുന്നത്. ശാസ്ത്രീയമായും കാര്യക്ഷമമായും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിലും അത് സംസ്കരിക്കുന്നതിലും ഉണ്ടാകുന്ന പരാജയം പലപ്പോഴും ദുരന്തങ്ങളായി മാറാറുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾ കേരളത്തിലെ ജൈവ മാലിന്യ സംസ്കരണത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മാലിന്യ സംരക്ഷണത്തോടൊപ്പം സംരംഭകത്വ വികസന ശേഷിയും വികസിപ്പിക്കുന്ന രീതിയിലാണ് ഹരിതകർമ്മസേന പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ മറ്റു നഗരസഭകളിൽ നിന്ന് വ്യത്യസ്തമായി പാഴ്വസ്തുക്കളിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ മാതൃകയായിരിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ആന്തൂർ നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ജൈവവള നിർമ്മാണം, ഹാൻഡ് വാഷ്, തുണിസഞ്ചി മുതലായവയാണ് ഉണ്ടാക്കുന്നത്. ഹോട്ടലിൽ നിന്ന് എടുക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ തുമ്പൂർ മൊഴി മോഡലിൽ കൊണ്ടിടുകയും അതിന്റെ കൂടെ ചകിരിച്ചോറ്, അതിന്റെ ഭക്ഷണത്തിന് എത്രയാണോ ഉള്ളത് അതിലൊരു 4-5 കിലോ ചകിരിച്ചോറും 1 ലിറ്റർ ഇനോക്കുലും പിന്നെ ആവശ്യത്തിന് കരിയിലയും കൂടി ചേർത്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. അത് നല്ലപോലെ ഇളക്കണം. ഇടയ്ക്കിടെ എല്ലാ ദിവസങ്ങളിലും വന്നിട്ട് ഇത് ഇളക്കി ഇടണം. എന്നെങ്കിൽ ഇത് നല്ലപോലെ ഇല്ലെങ്കിൽ ചൂടുകൊണ്ട് പുഴുക്കൾ വേഗം ചത്തുപോകും. വളാവല് നടക്കൂല. സ്മെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനോക്കുൽ ഒഴിക്കുന്നതുകൊണ്ട് സ്മെല്ല് ഉണ്ടാവില്ല. അതുപോലെ തന്നെ പിന്നെ കരിയിൽ ഇട്ടതുകൊണ്ട് സ്മെല്ലില്ല. പിന്നെ ഇത് 3 മാസത്തോളാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നത്. 3 മാസത്തിന് ശേഷം ഞങ്ങൾ തന്നെ കൈകൊണ്ട്, ഇനി നമുക്ക് വേറെ മെഷീനോ കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ തന്നെ കൈകൊണ്ട് പൊടിയും നന്നായിട്ട് കൈകൊണ്ട് കോരിയിട്ടാണ് നമ്മളിത് അരിപ്പേലിട്ടിട്ട് അരിച്ചിട്ടെടുത്തിട്ടാണ് പിന്നെ കിലോന് 20 രൂപ നിരക്കിൽ കർഷകർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ വാർഡുകളിലെ കർഷകർ 28 വാർഡിലെയും കർഷകർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
പരിസര പ്രദേശങ്ങളിലെ ഹോട്ടലുകളിൽ നിന്നുമാണ് ജൈവവളത്തിനാവശ്യമായ ഭക്ഷണാവശിഷ്ടങ്ങൾ ശേഖരിക്കുന്നത്. ആന്തൂർ നഗരസഭ മുന്നിട്ട് നടത്തിയ വേറിട്ട പ്രവർത്തനങ്ങൾക്ക് ദേശീയ തലത്തിലുള്ള സ്വച്ഛ സർവേക്ഷണം ബഹുമതിയും തേടിയെത്തി. ഈ വർഷം ജനുവരിയിൽ ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആന്തൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ പ്രതിനിധീകരിച്ച് TV മഞ്ജുഷ, E രമ്യ എന്നിവർ പങ്കെടുത്തു. ഡൽഹിയിലെ മേളയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചപ്പോൾ വളരെ നല്ല പ്രോത്സാഹനവും അഭിപ്രായങ്ങളുമായിരുന്നു എന്ന് TV മഞ്ജുഷ പറഞ്ഞു. നമുക്ക് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയിരുന്നു ആ സ്റ്റാളിൽ നമുക്ക് പ്രദർശിപ്പിക്കാൻ അവസരം കിട്ടിയത്. കേരളത്തിന്റെ ഈ ഒരു സ്റ്റാൾ മാത്രമേ ഉണ്ടായിരുന്നു, പല സംസ്ഥാനത്തിന്റെ സ്റ്റാളുകളായിരുന്നു. ഭാഷാ പ്രശ്നം ഉണ്ടായിരുന്നു നല്ലപോലെ, കാരണം ഹിന്ദി സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നത് മനസ്സിലാവുമെങ്കിലും തിരിച്ചു പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും തട്ടിമുട്ടി പറയായിരുന്നു. നമ്മൾ ഉൽപ്പന്നത്തിനെ പറ്റി ഒരുപാട് ആൾക്കാർ ചോദിച്ചു. പിന്നെ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് ചോദിച്ചു. പിന്നെ ഈ ചകിരി അല്ല ഈ വെളിച്ചിങ്ങ ഫ്ലവർ പോലും ഉണ്ടാക്കിയിട്ട് ആൾക്കാർ ഓരോ സംസ്ഥാനക്കാരും കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് വെറൈറ്റി ആയ, കാരണം ഒന്നും പാഴ്വസ്തു അല്ല എന്നുള്ള തെളിയിക്കുന്ന ഓരോ ഉൽപ്പന്നത്തിന്റെ സ്റ്റാളുകളായിരുന്നു. പല വിധത്തിലും പല വർണ്ണങ്ങളിലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചു. ഒന്നും പാഴാക്കി കളയേണ്ടതില്ല, വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉൽപ്പന്നമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്നില്ല ഒരു കാഴ്ചയായിരുന്നു നമുക്ക് ഡൽഹിയിൽ വെച്ചിട്ട് കാണാൻ പറ്റിയത്. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു അവസരമായിരുന്നു ജീവിതത്തിൽ കിട്ടിയത് തന്നെ. വീടുകളിൽ ജൈവവള നിർമ്മാണം എന്ന ലക്ഷ്യത്തോടെ നഗരസഭയിലെ 28 വാർഡുകളിലും ഇനോക്കുലം എത്തിക്കുക വഴി മാലിന്യ സംസ്കരണം എളുപ്പമാക്കാനും വരുമാന സ്രോതസ്സിനെ വർദ്ധിപ്പിക്കാനും ആന്തൂർ നഗരസഭയ്ക്ക് സാധിക്കുന്നുണ്ട്. പാഴ്വസ്തുക്കളെ പാഴാക്കി കളയാതെ അവയ്ക്ക് പുതുജീവൻ നൽകി വിപണിയിലെത്തിക്കുകയാണ് ആന്തൂർ നഗരസഭയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾ. മാതൃകയാക്കേണ്ടവരെ നമ്മൾ മാതൃകയാക്കുക തന്നെ വേണം. ക്യാമറ പേഴ്സൺ രഹനയ്ക്കൊപ്പം സഹല MV, SES ന്യൂസ്. മലപ്പട്ടം ചങ്ങളായി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അടൂർ കടവ് തൂക്കുപാലം അപകടാവസ്ഥയിൽ. വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പാലത്തിന്റെ കൈവഴിയും ഇരുമ്പ് പടവും തുരുമ്പെടുത്ത നിലയിലാണ്. അടൂർ ഭാഗത്തുള്ളവർക്ക് ശ്രീകണ്ഠാപുരം വഴി 5 കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് പകരം 4 മീറ്റർ നടന്നു പാലം കടന്നാൽ ചെങ്ങളായിലെത്താം. ചെങ്ങളായി, തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം ഭാഗങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ വഴിയാണ് യാത്ര ചെയ്യാറുള്ളത്. വർഷങ്ങളോളം കടത്തു തോണിയെ ആശ്രയിച്ചിരുന്ന നാട്ടുകാർ ഒട്ടേറെ നിവേദനങ്ങൾ നൽകിയതിനെ തുടർന്ന് 2013 UDF ഭരണകാലത്താണ് റവന്യൂ വകുപ്പ് തൂക്കുപാലം അനുവദിച്ചത്. 1 കോടി രൂപയോളം ചെലവഴിച്ചു നിർമ്മിച്ച പാലത്തിന്റെ കൈവരിയും ഇരുമ്പ് പടവും ഇപ്പോൾ തുരുമ്പെടുത്ത നിലയിലും 3 സ്ലാബുകൾ ദ്രവിച്ച് തകർന്ന നിലയിലുമാണ്. പാലത്തിൽ നിന്നും ചെങ്ങളായി ഭാഗത്തിറങ്ങുന്ന മരപ്പടവുകൾ പൂർണ്ണമായും തകർന്നിട്ടുമുണ്ട്. പാലില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്നെ പോലെയല്ല ഇവിടെ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം. ഈ പാലത്തിന് അധികം കാലം ആയുസുണ്ടാവും തോന്നില്ല, കാരണം ഇതിന്റെ എല്ലാ ഭാഗങ്ങളും പൊട്ടിയിട്ടുണ്ട്. ഇനി വെള്ളം കയറുവാണെങ്കിലും ഇതിന്റെ സ്റ്റെപ്പിന്റെ ലാസ്റ്റ് ഭാഗം വേറെ ആളെ സ്ഥലത്തേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് കടന്നു പോകണമെങ്കിൽ ഇപ്പൊ അവരെ അപ്പുറത്തെ ഭാഗം കെട്ടി പൊന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് മുമ്പ് കവുങ്ങിന്റെ ഒരു 2-3 കവുങ്ങ് ടെലിഫോൺ പോസ്റ്റ് അങ്ങനെ ഇട്ടിട്ടായിരുന്നു അതിലെ നമ്മൾ കടന്നു പോക്ക്. അപ്പൊ ഇനി അത് ഉള്ള കാലങ്ങളിൽ മുമ്പ് അങ്ങനെ ആവും തോന്നില്ല, കാരണം അപ്പുറത്തെ അവർ കെട്ടിമുട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇനി സ്റ്റെപ്പും അപ്പുറത്തെ വേറെ ആളെ സ്ഥലത്തേക്കും കൂടെ ഇതിട്ടിട്ടാണ് കടന്നു പോക്ക്. അങ്ങോട്ട് ആ വേറെ ആളെ പറമ്പിൽ കൂടെ കയറി പോക്ക്. ഇനിയിപ്പോൾ അത് നടക്കൂല. ഇപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇപ്പൊ ഇനി എന്താ ചെയ്യാന്നുള്ളതാണ്. ഇനി വെള്ളം കയറുവാണെങ്കിൽ വളരെ വിഷമമായിരിക്കും. അവർ അപ്പുറത്തെ ഭാഗം കെട്ടിപ്പൊന്നിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കടന്നു പോകാൻ പോലും വഴിയില്ല. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും പൊട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പാലം വളരെ അത്യാവശ്യമായ കാര്യമാണ്. പാലം അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റവന്യൂ വകുപ്പിൽ ഉൾപ്പെടെ നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതിനോട് ചേർന്ന് പുതിയ കോൺക്രീറ്റ് പാലം പണിയാം എന്നായിരുന്നു മറുപടി. നമ്മൾ ഈ തൂക്കുപാലത്തിന്റെ നേരപ്പുറം പാലം അല്ല വലിയൊരു പാലം തന്നെ, നമ്മളെ സാധാരണ ബസ് പോകുന്ന വലിയ വാഹനങ്ങൾ പോകുന്ന ഒരു പാലം നമ്മൾ അളവെടുത്ത് എല്ലാം കൊണ്ടുപോയതാ, എല്ലാം നോക്കിപ്പോയതാണ്. നമ്മൾ നോക്കി അത് കഴിഞ്ഞ വർഷം എല്ലാം ആയെന്ന് പറഞ്ഞിട്ട് പൈസ പാസ്സാണെങ്കിലും പറഞ്ഞതാ. നോക്കുമ്പോൾ അത് ആദ്യം സ്റ്റക്കായി പോയി. ആ പാലോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെങ്ങളായിക്കും തലപ്പുറമേക്ക് പോകേണ്ട സൗകര്യം ചെയ്തു. പിന്നെ സ്കൂളിൽ കുട്ടികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും പേടി കൂടാതെ നമുക്ക് ബസ്സിൽ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ തൂക്കുപാലം നമുക്ക് ബസ്സിൽ ആവശ്യം ഇല്ലായിരുന്നു. ആ പാലം വന്നാൽ അതുകൊണ്ട് ആ പാലം തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന തോന്നുന്നത്. നമ്മളെല്ലാവരും ആവശ്യപ്പെട്ട് മന്ത്രിമാരെ നമ്മൾ കണ്ട് കാര്യങ്ങൾ പാർട്ടിയുണ്ട് MLA ആയിട്ടും എല്ലാം പറഞ്ഞ് എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. മഴക്കാലം തുടങ്ങിയാൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന പ്രദേശമാണിത്. അതിനാൽ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തുരുമ്പെടുത്ത് ദ്രവിച്ച പാലത്തിലൂടെയുള്ള യാത്ര അപകടം പിടിച്ചതാണ്. ഇനിയും എത്ര നാൾ ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ക്യാമറ പേഴ്സൺ സഹലയ്ക്കൊപ്പം റാഷിദ AP, SES ന്യൂസ്. വേരുകളിൽ വേറിട്ട കാഴ്ചയൊരുക്കുകയാണ് അഴീക്കോട് സ്വദേശിയായ രാധാകൃഷ്ണൻ. ആരും കാണാത്ത കാഴ്ചകളാണ് ഓരോ വേരിലും രാധാകൃഷ്ണൻ കണ്ടെത്തുന്നത്. 25 വർഷമായി രാധാകൃഷ്ണൻ വേരുകളിലൂടെയുള്ള യാത്ര തുടങ്ങിയിട്ട്.
പ്രപഞ്ചത്തിലെ സ്ത്രീയുടെയും പുരുഷന്റെയും ആധിപത്യമായിരുന്നു ആദ്യ ശില്പത്തിലെ വിഷയം. തുടർന്ന് സിംഹവും പക്ഷിയുമടക്കം ഒട്ടനവധി ശില്പങ്ങളാണ് രാധാകൃഷ്ണന്റെ കരവിരുതിൽ പിറന്നത്. സ്കൂൾ പഠനം കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രകലാ പഠനത്തിൽ ചേർന്നെങ്കിലും കൊത്തുപണിയിലേക്കാണ് മനസ്സുടക്കിയത്. മരത്തിലെ കൊത്തുപണിയോടുള്ള താല്പര്യമാണ് ഇതിന് കാരണം. വേരിന്റെ പുറമേയുള്ള ഒരു പാളി തികച്ചും വേസ്റ്റാണ്. അത് കളഞ്ഞതിന് ശേഷം, അത് ഉളിയോണ്ട് കൊത്തി കളഞ്ഞതിന് ശേഷം അതിന്റെ ഉള്ളിൽ വരുന്ന കാതലായ ഭാഗമില്ലേ, ആ ഭാഗത്തിനെ കൊണ്ട് ആ ഭാഗം ഏത് രീതിയിലേക്കാണ് പോകുന്നത്? ഉദാഹരണത്തിന് ഒരു വളഞ്ഞ ഒരു സംഭവം അതിൻ്റെ അകത്ത് അപ്പുറത്തെ ഒരു കഷ്ണത്തിന് ഇപ്പുറത്ത് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ തന്നെ ഒരു ശില്പമായി മാറി. അങ്ങനെയാണ് നമ്മളെ വർക്കിന്റെ ഒരു നിലവാരം. കൊത്തുപണി വിദഗ്ധനായ CT പുരുഷോത്തമനാണ് രാധാകൃഷ്ണന്റെ ഗുരുവും വഴികാട്ടിയും. ഇന്നും ഓരോ ശില്പങ്ങൾക്ക് പിറവി നൽകുമ്പോഴും ഗുരുവിന്റെ അഭിപ്രായവും നിർദ്ദേശവും ഈ കലാകാരന് ചെറുതൊന്നുമല്ല. കലയെ സ്നേഹിക്കുന്നവരാണ് ഈ കലാകാരന്റെ ഓരോ ശില്പത്തിന്റെയും ആവശ്യക്കാരായി എത്തുന്നത്. പുതുശില്പങ്ങൾ കൊത്തിയെടുക്കാനുള്ള പ്രേരണയും അതുതന്നെയാണ്. ഇപ്പൊ എനിക്ക് ചെയ്യാനുള്ള അതിയായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയോ അതിന്റെ പ്രപഞ്ചത്തിലെ നമ്മളെ സകല ചരാചരങ്ങളും പിന്നെ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഒരു നല്ല പരസ്പര സ്നേഹത്തോടു കൂടിയിട്ട് ജീവിച്ച എന്ത് ജീവികളായാലും നിങ്ങൾക്കറിയാമല്ലോ, മനുഷ്യനായാലും മൃഗങ്ങളായാലും പിന്നെ പരസ്പര ഒരു ബന്ധങ്ങൾ കൊണ്ടല്ലേ നമ്മളെ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെ ആസ്പദമാക്കിയിട്ട് ഒരു അടിപൊളി വർക്ക് ചെയ്യണം എന്നത് അതിയായ ആഗ്രഹമുണ്ട്. അതിന് തക്കതായിട്ടുള്ള ഒരു വേര് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അലയുന്നത്. തേക്കിന്റെ വേരുകൾ ഉപയോഗിച്ചാണ് പ്രധാനമായും ശില്പങ്ങൾ കൊത്തിയെടുക്കുന്നത്. കാരണം കൂടുതൽ ഉറപ്പും ഈടുമുള്ളത് തേക്കിന്റെ വേരുകൾക്കാണ്. ഓരോ വേരിൽ നിന്നും പുതിയ ശില്പത്തിന് ജീവൻ നൽകുമ്പോൾ ജനങ്ങളുടെ പിന്തുണയാണ് ഈ കലാകാരന് ഏറ്റവും വലിയ അംഗീകാരം. വേരുകളിലെ ഒളിഞ്ഞിരിക്കുന്ന സൗന്ദര്യം കണ്ടെത്തുന്ന രാധാകൃഷ്ണന് ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ആവശ്യക്കാർ വേരുകൾ എത്തിച്ചു നൽകുന്നുണ്ട്. ഓരോ വേരിനും അനുയോജ്യമായ ശില്പങ്ങൾ കൊത്തിയെടുക്കുന്ന തിരക്കിലാണ് ഇന്ന് ഈ കലാകാരൻ. ഓരോ വേരിലും ഈശ്വരൻ ഒരു ശില്പത്തെ ഒളിപ്പിച്ചിട്ടുണ്ടാവുമെന്നതാണ് രാധാകൃഷ്ണന്റെ വിശ്വാസം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പിന്തുണയോടെ വേരുകളിലെ പുതുവഴികൾ തേടുകയാണ് ഈ കലാകാരൻ. ക്യാമറ പേഴ്സൺ സഹലയ്ക്കൊപ്പം രഹന, SES ന്യൂസ്. റോളർ സ്കേറ്റിംഗിലൂടെ മെഡലുകൾ വാരിക്കൂട്ടുന്ന സഹോദരങ്ങളെ പരിചയപ്പെടാമിനി. കണ്ണൂർ ചുണ്ടപ്പറമ്പിലെ ആൻമരിയ ജോസഫും ആൽഫിൻ ജോസഫും റോളർ സ്കേറ്റിംഗിലൂടെ എത്തി നിൽക്കുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെയാണ്. പൈസക്കരി ദേവമാത ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ ആൻമരിയയും ആൽഫിനും ജില്ലാ സഹോദയ കായികമേളയിൽ തുടർച്ചയായി 5ാം തവണയാണ് 1ാം സ്ഥാനം നേടുന്നത്. കൂടാതെ തിരുവനന്തപുരം റോൾബോൾ അസോസിയേഷൻ മീറ്റ്, ഓൾ കേരള റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ്, SRSI മലബാർ മീറ്റ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ നിന്നായി 50ലേറെ മെഡലുകളും സ്കേറ്റിംഗിൽ ഇരുവരും സ്വന്തമാക്കിയിട്ടുണ്ട്. സ്കൂൾ കായികമേളയിലും നിറസാന്നിധ്യമാണ് ഈ കുട്ടികൾ. ഇളയ സഹോദരൻ 5 വയസ്സുകാരൻ അലക്സും സ്കേറ്റിംഗിൽ പരിശീലനം തുടങ്ങിയിട്ടുണ്ട്. ആൻമരിയയും ആൽഫിനുമാണ് അലക്സിന് പരിശീലനം നൽകുന്നത്. ഞാൻ UKG പഠിക്കുമ്പോൾ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ മേരിഗിരിയിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ടാണ് പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. അവിടെ ബാസ്കറ്റ്ബോളിന്റെ കോർട്ടുണ്ട്, അതിൽ ചെയ്യിക്കും. അപ്പോൾ ആ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് അത് കണ്ട് സ്കൂളിൽ വിട്ട് വരുമ്പോൾ നല്ല ആഗ്രഹം തോന്നി ചെയ്യാൻ. പിന്നെ 1ാം ക്ലാസ് ആയപ്പോഴത്തേക്കും പപ്പ അതിൽ കൊണ്ടുപോയി ചേർത്തു. പിന്നെ അതിൽ കുറെ മത്സരങ്ങളിലൊക്കെ പോയി അവിടെ നിന്ന് തന്നെ മെഡലൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. എനിക്ക് പിന്നെ ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പേടിയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ഇവൻ LKG UKG ഒക്കെ ആയപ്പോഴത്തേക്കും ഇവനും ചെയ്യുന്ന എന്റെ ഷൂ തന്നെ ഇട്ടിട്ട് അത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇവൻ ചെയ്യുന്ന കണ്ടിട്ട് ഇവന് വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഇവന് സ്കേറ്റിംഗിലേക്ക് എത്തി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന കണ്ടിട്ട് ഞങ്ങളുടെ ഷൂ ഇട്ടിട്ടാണ് ഇവൻ തുടങ്ങിയത്. ഇവനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇവൻ ഞങ്ങൾ കണ്ടിട്ട് വെറുതെ തന്നെ വീട്ടിൽ കൂടെ ഒക്കെ ചെയ്യും. 2021 ബൽഗാമിൽ 24 മണിക്കൂർ നിർത്താതെ റോൾബോൾ ചെയ്തതിന് ഇരുവരും ഗിന്നസ് വേൾഡ് റെക്കോർഡ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. റോളർ ഷൂകളിൽ കളിക്കുന്ന ബാസ്കറ്റ് ബോൾ, ഹാൻഡ് ബോൾ, ത്രോ ബോൾ, റോളർ സ്കേറ്റ് എന്നിവ ഒത്തുചേർന്നതാണ് റോൾബോൾ. 2022 ആൻമരിയ ഉഷ സ്കൂളിൽ പ്രവേശനം നേടി. PT ഉഷ നേരിട്ടെത്തിയായിരുന്നു തെരഞ്ഞെടുത്തത്. കേരളത്തിന് അകത്തും പുറത്തു നിന്നുമായി 250ഓളം കുട്ടികൾ പങ്കെടുത്ത ട്രയൽസിൽ കേരളത്തിൽ നിന്ന് 2 പേർക്ക് മാത്രമായിരുന്നു പ്രവേശനം. രാജ്യാന്തര നിലവാരമുള്ള ട്രയൽസിൽ ഹ്രസ്വ ദീർഘദൂര ഓട്ടം, സ്റ്റാൻഡിംഗ് ബ്രോഡ് ജമ്പ് എന്നിവയിലെ മികവ് പരിഗണിച്ചായിരുന്നു സെലക്ഷൻ ലഭിച്ചത്. 1 വർഷം ഉഷ സ്കൂളിലായിരുന്നു ആൻമരിയയുടെ പഠനം. ലോകമറിയുന്ന ചാമ്പ്യന്മാരാവുക, ഇനിയും ഒട്ടേറെ വിജയങ്ങൾ കൈവരിക്കുക, ഇങ്ങനെ തുടർന്നു പോകുന്നു ഇവരുടെ ജീവിത ലക്ഷ്യങ്ങൾ. ബിജു ലിജിയ ദമ്പതികളുടെ മക്കളാണ് ഈ അത്ലറ്റുകൾ.
നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്കാണ് ഈ സഹോദരങ്ങളുടെ ചക്രപ്പാച്ചിൽ. കേരളത്തിന്റെ ഭാവി കായിക ലോകത്തിന് പ്രതീക്ഷയാവുകയാണ് മൂവരും. ക്യാമറ പേഴ്സൺ സേലയ്ക്കൊപ്പം നാജിയ, SES ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ ജില്ലയുടെ സംരംഭക മുഖമായി മാറി ചെമ്പിലോട് പഞ്ചായത്ത്. ആരംഭിച്ചത് 198 സംരംഭങ്ങൾ. മാതൃകയായി ആന്തൂർ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. പാഴ്വസ്തുക്കളിൽ നിന്നും നിർമ്മിക്കുന്നത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. അടൂർ കടവ് തൂക്കുപാലം അപകടാവസ്ഥയിൽ. മലപ്പട്ടം ചെങ്ങളായി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിച്ചത് കോടികൾ ചിലവഴിച്ച്. ഈ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.